പോകുന്നത് ലൈംഗിക പീഡന കേസിൽ അറസ്റ്റിലായ പാലക്കാട് കൗൺസിലർ പ്രശോഭിനെ കൗൺസിലർ പദവിയിൽ നിന്നും അയോഗ്യനാക്കും. തുടർച്ചയായി 90 ദിവസം കൗൺസിലിൽ പങ്കെടുക്കാത്തതിനാലാണ് നടപടി. പ്രശോഭിന്റെ അവധി അപേക്ഷ കൗൺസിൽ തള്ളി. പ്രശോഭിന്റെ രാജി ആവശ്യപ്പെട്ട് BJP LDF അംഗങ്ങൾ പ്രതിഷേധമുയർത്തിയിട്ടുണ്ട്. ഇതില് ഒരു കൗൺസിലർ കുറ്റം ചെയ്തിട്ടുണ്ടോ കുറ്റം ചെയ്തിട്ടില്ലേ അതല്ല വിഷയം. അത് കോടതി തീരുമാനിക്കും. അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഇപ്പൊ ജയിലിലാണ്. ഇന്ന് അദ്ദേഹം നമ്മുടെ കൗൺസിലറായിട്ടുള്ള വ്യക്തി ഇന്ന് കോടതിയിൽ ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഈ കൗൺസിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് വൈകി വരുന്ന ആളുകൾക്ക് ഇന്ന് അറ്റൻഡൻസ് രേഖപ്പെടുത്താൻ അനുവാദം കൊടുക്കരുതെന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിക്കേണ്ട കാരണം. പക്ഷേ കോടതി ആ അപേക്ഷ തള്ളിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ചെയർമാൻ, വിഷയം അദ്ദേഹത്തിന്റെ ലീവ് ലെറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 3 മാസം തുടർച്ചയായിട്ട് ഒരു കൗൺസിൽ ഹാജരാവുന്നില്ലെങ്കിൽ, തുടർച്ചയായ 3 കൗൺസിലിൽ അദ്ദേഹം ഹാജരാവുന്നില്ലെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാവും. പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. പ്രജിത്ത്, ഈ ലൈംഗിക പീഡന കേസിൽ കഴിഞ്ഞ 3 മാസത്തോളമായി പ്രശോഭ് ഒളിവിലാണ്. കൗൺസിൽ യോഗങ്ങളിൽ പങ്കെടുക്കുന്നില്ല. സ്വാഭാവികമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടി സ്വീകരിക്കാൻ കൗൺസിലിന് അധികാരമുണ്ട്. പക്ഷേ അതിനിടെ ഈ പ്രശോഭ് അവധി അപേക്ഷ നൽകിയിരുന്നല്ലോ, അത് എന്തുകൊണ്ടാണ് തള്ളിക്കളഞ്ഞത്? മാത്രമല്ല, പ്രശോഭിന്റെ രാജി ആവശ്യപ്പെട്ട് BJP LDF അംഗങ്ങൾ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്.